രാവിലെ തൊട്ട് നമ്മുടെ പുത്ര തന്നെയാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കണേ. ചിപ്സും ഐസ്ക്രീമും മിഠായും അനേശാനും കൂടി വിളിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങള് പോണത്. സാധാരണ നമ്മുടെ കുട്ടി ഇങ്ങനെ ഇരുന്ന് പാട്ടൊന്നും പാടാറില്ല. ഇന്നിപ്പോ എന്താണ് വെക്കേഷനൊക്കെ അല്ലേ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഓരോന്നൊക്കെ കഴിക്കാനൊന്നുണ്ടാവും. നമ്മള് സാധാരണ വരാറ് ഈ സിറ്റി ബനാന ചിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിലാണ് കേട്ടോ. ഇവിടെ കുറെ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങള് 2 വെറൈറ്റി മേടിച്ചിട്ടുണ്ട്. അല്ല അവന് മാത്രല്ലല്ലോ എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പൊ മസാല ബോണ്ട മേടിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ അവന് മുട്ട ബജ്ജിയും കായ ബജ്ജിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതൊക്കെ മേടിച്ചിട്ട് വീണ്ടും നമ്മൾ കടയിൽ കയറി. ബീഫയിലേക്കാണ് കേട്ടോ വന്നത്. ആദ്യം സിപ്പപ്പ് എടുത്തു. പിന്നെ കുട്ടിക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടോ. അങ്ങനെ ബ്ലൂബെറി ഐസ്ക്രീമും കൂടെ മേടിച്ചു. ഇനി ഒന്നും കൂടി ഉള്ളൂ ലോലിപോപ്പ്. അപ്പൊ ഏതാ വേണ്ടേ ചോദിച്ചപ്പോ ഇതാ ഈ സംഭവമാണ് കേട്ടോ എടുത്തത്. കാണാൻ ലുക്ക് ഉണ്ടെന്നുള്ളൂ കേട്ടോ. ഒരു ടേസ്റ്റും ഇല്ല. എന്തായാലും കുട്ടിയുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് വെച്ചിട്ട് എടുത്തതാട്ടോ. വേഗം വണ്ടി വീട്ടിക്ക് വിട്ടു. എണ്ണക്കടിയുടെ കൂടെ നല്ല കടുപ്പത്തിൽ പാൽ ചായ ഉണ്ടാക്കാൻ വേണ്ടി പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. ഐസ്ക്രീം എനിക്ക് ഇത്തിരി തരുമോ ചോദിച്ചപ്പോ എനിക്ക് ഈ സംഭവം ആട്ടോ തന്ന. ബാക്കി അവന് വേണത്രേ. പിന്നെ ടേസ്റ്റ് ചെയ്യാൻ ഈ ഒരു ലോലിപോപ്പാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പാലൊക്കെ തിളച്ചു. ഞാൻ കുറച്ച് ചായയിലിട്ടിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പിടിച്ച് വെച്ചേക്കാട്ടോ. അവൻ കടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കടിച്ച് നോക്കി, ഒരു ടേസ്റ്റും ഇല്ല. എനിക്ക് നമ്മുടെ എണ്ണക്കടി തന്നെ ആട്ടാൻ പറ്റുള്ളൂ. ഞാൻ വേഗം ചമ്മന്തിയൊക്കെ എടുത്തിട്ട് ഒരു കടി കടിച്ചു. മസാല പോണ്ട. വാവ്, നല്ല ടേസ്റ്റ് കേട്ടോ. മുട്ട ബജ്ജിയുടെ ആളാണ് കേട്ടോ നീരവ്. അവന് 2 കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഞാൻ എൻ്റെ ചമ്മന്തിയൊക്കെ എടുത്തിട്ട് അങ്ങനെ കുടിയായിരുന്നു കേട്ടോ. നല്ല എരിവാണ്. ആ എരിവുമാണ് ചായയും കൂടെ പിന്നാലെ കുടിക്കണം കേട്ടോ.